സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമാണ്. അപ്പോൾ ഇനി 2 ദിവസം അവധിയാണ്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്തായാലും വീഡിയോയുടെ താഴെ എഴുതി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ മരിക്കോ എന്നുള്ള സ്റ്റോക്കിന് 3% ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. Q4 റിസൾട്ട് സൂപ്പർ ആയതുകൊണ്ടാണ്. ദെൻ നെസ്ലെ എന്താ പറയുക, മഗ്ഗി നൂഡിൽസിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രശ്നം, ഒരു കേസ് ഉണ്ടായിരുന്നു. അവസാനം ആ കേസ് കോടതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നെസ്ലയുടെ ഷെയറിൽ ഇന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ദെൻ സിപ്ല US FDA അപ്രൂവലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 6 കാര്യങ്ങൾ അവരുടെ പ്ലാന്റിനെ കുറിച്ച് ഒരു ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടി സിപ്ലയുടെ പ്രൈസ് 1.5% അങ്ങോട്ട് ഇടിഞ്ഞു. HDFC ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഭാഗം വിറ്റൊഴിവാക്കുകയാണ് HDFC ബാങ്കിൽ നിന്ന് എന്നാണ്. അതായത് 4.5% അവർ കൈ കഴുകി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് HDFCയിൽ നിന്നും. എന്തുകൊണ്ടാണ് എന്നറിയില്ല, നോക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. വേദാന്തയുടെ അലുമിനിയം പ്രൊഡക്ഷൻ 4% വർദ്ധിച്ചതായിട്ടാണ് Q4 റിസൾട്ടുകൾ കാണിക്കുന്നത്. കൊഫോർജിൻ്റെ ഷെയർ പ്രൈസ് 4% ഇടിഞ്ഞിട്ടുണ്ട്. അനലിസ്റ്റുകൾ ഒരു ബൈ മോഡിലേക്ക് കൊഫോർജിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയതാണ് എന്ന രീതിയിൽ ഒരു പുറപ്പെടുവിച്ചത് പ്രകാരമാണ് ഈ പ്രൈസ് ഇങ്ങനെ വർദ്ധിച്ച് പോയിരിക്കുന്നത്. ദെൻ RBI ഈ റിപ്പോ റേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല, മാർക്കറ്റിലും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. സോ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നത്. ഓൾറെഡി കഴിഞ്ഞതാണ്, നമ്മൾ ലൈവ് മാർക്കറ്റിൽ കണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് കറൻ്റ്ലി ഗ്രീനിലാണ്, കംപ്ലീറ്റ് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഡോ ജോൺസ് ആണെങ്കിൽ 91 പോയിൻറ്റ്സ് ഗ്രീനിലാണ്, S&P 500 23 പോയിൻറ്റ്സ്, നസ്ദാക്ക് 89 പോയിൻറ്റ്സ് ഗ്രീനിലാണ്. ഇന്നലെയൊക്കെ കംപ്ലീറ്റ് ചോരപ്പുഴയായിരുന്നു. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ FTSE 60 പോയിൻറ്റ് റെഡിലാണ്, CAC 104 പോയിൻറ്റ് റെഡിലാണ്, DAX 237 പോയിൻറ്റ് റെഡിലാണ്. നല്ല രീതിയിൽ ബെയറിഷ് മോഡിലാണ് യൂറോപ്യൻ മാർക്കറ്റ് പോകുന്നത്. US മാർക്കറ്റ് ആണെങ്കിൽ ഗ്രീനിലേക്ക് കയറി വരുന്നുണ്ട്. ഇൻട്രാഡേയിൽ ജസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,596 ട്രേഡിംഗ് നടക്കുന്നത്. 25 പോയിൻറ്റ് റെഡിലാണ്. ജപ്പാൻ്റെ നിക്കിയിൽ 781 പോയിൻറ്റ് റെഡിലാണ്. അതേപോലെ ഹാങ്സങ് ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുകയാണ്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 28 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 110 പോയിൻറ്റ്, അതോ 0.49% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 22,486 നിന്ന് 27 പോയിൻറ്റ് ലാഭത്തിൽ 22,514 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 25 പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ 25 ലോസിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. കൊടക് ബാങ്ക്, SBI ലൈഫ്, HDFC ബാങ്ക്, ബജാജ് ഫിൻ സർവീസസ്, ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ട് മുകളിലോട്ട് ഉയർത്താൻ ശ്രമിച്ചത്. അതേസമയത്ത് ഗ്രാസിം, അൾട്രാടെക് സിമെൻറ്റ്, LT, ദെൻ ബജാജ് ഓട്ടോ, ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ടും വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ ഈ ഒരു 5 ട്രേഡിംഗ് ഡേയ്സിലെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 566 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് കിട്ടിയിട്ടുള്ളത്. 2.58% ഒരു അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏപ്രിൽ മാസത്തെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 59 പോയിൻറ്റിൻ്റെ ഗ്രോത്ത് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.07% വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 11.34. നിഫ്റ്റിയിൽ ഇന്ന് വൈറ്റ് CPR ആണ്. അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 48,105 ഓപ്പണായി 388 പോയിൻറ്റ് ലാഭത്തിൽ 48,493 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 21,375 ഓപ്പണായിട്ട് 181 പോയിൻറ്റ് ലാഭത്തോടുകൂടി 21,557 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 74,287 ഓപ്പണായി 38 പോയിൻറ്റ് നഷ്ടത്തിൽ 74,248 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 10,830 ആരംഭിച്ചു, 35 പോയിൻറ്റ് ലാഭത്തിൽ 10,865 അവസാനിച്ചിരിക്കുന്നു. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $86.6 ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഗോൾഡ് റേറ്റ് ആണ് സൂപ്പർ സ്കൈ റോക്കറ്റിംഗ് ആയിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ $2,284 ഉണ്ടായിരുന്നത് വീണ്ടും വർദ്ധിച്ച് $2,291 കയറി വന്നിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുമ്പോൾ 5 പൈസയുടെ അല്ലെങ്കിൽ 15 പൈസയുടെ ഒരു മുന്നേറ്റമാണ്
കാണുന്നത്. 83.29 US$. ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെ റിലീസായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത് അടുത്ത ദിവസത്തെ മോർണിംഗിലേക്ക് മാറ്റിവെക്കാം. ദെൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 1.43% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി IT ഈ സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ബീസും ഫാർമ ബീസും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. മറ്റുള്ള എല്ലാ ETF-കളും നഷ്ടത്തിൽ അല്ലെങ്കിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ SBI കാർഡ്സ് ഇന്ന് 5.32% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഗ്രാസിം ഇന്ന് 1.95% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. SBI കാർഡ്സ് ICICI GI, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, വേദാന്ത ലിമിറ്റഡ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ICICI പ്രോലി, AU ബാങ്ക്, കോൺകർ, കൊട്ടക് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ചോല ഫിനാൻസ്, അശോക് ലൈലാൻഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഗ്രാസിം, ട്രെൻറ്റ്, അൾട്രാടെക് സിമെൻറ്റ്, L&T, ബജാജ് ഓട്ടോ, ഭാരതി എയർടെൽ, ഹിന്ദാൽകോ, ബജാജ് ഫിനാൻസ്, BPCL, ടെക് മഹീന്ദ്ര, മാരുതി, ഹോട്ടൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1342 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 907 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.9 ആണ്, അതായത് സൈഡ് വൈസ് ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 22,514 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 97 പോയിന്റ് മുകളിലായിട്ട് 22,610 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി അതൊരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 23,000-ൽ 89 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 22,500-ൽ 58 ലക്ഷം പുട്ട് മാത്രമാണ് 58 ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.34 ആയിട്ട് ബുള്ളിഷ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. 48,493 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 197 പോയിന്റ് മുകളിലായിട്ട് 48,690 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 50,000-ലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിട്ടുള്ള 35 ലക്ഷം കോളാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് പുട്ട് നോക്കുകയാണെങ്കിൽ 48,041 ലക്ഷം പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ്. ദെൻ നാളെ റിസൾട്ട് വരാനുള്ള, അതായത് തിങ്കളാഴ്ച റിസൾട്ട് വരാനുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡ്, കുപ്പിഡ് ഇന്ത്യ, ദെൻ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ഇത്രയും സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് തിങ്കളാഴ്ച വരാനുള്ളത്. ദെൻ തിങ്കളാഴ്ച വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA കൺസ്യൂമർ ക്രെഡിറ്റ് ചേഞ്ച്, ചൈന ക്യുങ്മിങ് ഫെസ്റ്റിവൽ ഇത്രയും ഈവൻറ്റുകളാണ് കറൻ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 ദിവസം അവധി ആയതുകൊണ്ട് കാര്യമായ ഈവൻറ്റുകളൊന്നും തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവില്ല. സൺഡേ ഈവനിങ്ങോടുകൂടി അപ്ഡേറ്റ് ആവുമായിരിക്കും. മൺഡേ മോർണിംഗിലുള്ള പ്രീ മാർക്കറ്റ് സെഷനിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ദെൻ ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 7,559 രൂപയുടെ ലോസിലാണ് ട്രേഡ് ചെയ്തത്. 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 10 ട്രേഡിൽ നിന്നും 1:0.39 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 1.26% ലോസാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡുകൾ ഉണ്ടായിരുന്നില്ല. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ 5.2% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 0.4% ലോസാണ്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 1.8% ലോസാണ്. ഇന്ന് പ്രോഫിറ്റ് ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഈ മാസം മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.41% പ്രോഫിറ്റിലാണ് ഞങ്ങളുള്ളത്. 86 ട്രേഡുകൾ എടുത്തു. 1:1.12 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 5% ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 9% ലോസാണ്. ഫിൻ നിഫ്റ്റിയിൽ 7% ലോസാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2% പ്രോഫിറ്റ്. സെൻസെക്സിൽ 11% ഉണ്ട്. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 6% പ്രോഫിറ്റ് ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് എന്താ പറയുക അപ്ഡേറ്റ്സ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ റാസ് ലെവൽസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതുപോലെയൊന്നും മാർക്കറ്റ് വന്നു പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്. കാരണം ഇന്ന് ഓപ്പണായത് ഇന്ന് 5-ാം തീയതി ഓപ്പണായത് ഇവിടെയാണ്, അതായത് റാസ് ലെവൽസിൻ്റെ മുകളിൽ R1-ൻ്റെ അടുത്തായിട്ട് ഓപ്പണായി നേരെ നമ്മുടെ നോട്രേഡ് സോണിൽ നിന്നും കട്ട് ചെയ്ത് താഴോട്ടിറങ്ങി S1-ൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് CPR-നെയും ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരമാണ് ഇത് നോട്രേഡ് സോണാണ്, ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പ്രകാരം ആർക്കും തന്നെ കാര്യമായിട്ട് ഇന്ന് എനിക്ക് ഒരു പ്രത്യേകിച്ച് മെസ്സേജുകളൊന്നും കണ്ടിട്ടില്ല. നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവാറുണ്ട്. ഇന്നൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ R1 വരെ മാർക്കറ്റ് കയറിപ്പോയിട്ട് അവിടെ ഹോൾട്ടായി, എത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു മാർക്കറ്റായിപ്പോയി. ഇനി നിഫ്റ്റിയുടെയൊക്കെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
നിഫ്റ്റിയിൽ മന്ത്ലി പിവേർട്ടിൽ അല്ലെങ്കിൽ റാസ് ലെവൽസിൻ്റെ മന്ത്ലി ലെവൽസിൽ അല്ലെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ ഹൈയിൽ വന്ന് അവിടെ തട്ടി നിൽക്കുകയാണ്. ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്റ്റ് ആയിട്ട് താഴോട്ട് വരണം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായൊരു ചിത്രം കിട്ടും. ഇവിടെ ഇതിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഒന്നും ഇത് ബെയറിഷ് ആയിരുന്നോ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അത് പോയി ഹോൾട്ടായിരിക്കുന്നത്. ദെൻ ഇവിടെ സെൻസെക്സിലും അതേ രീതിയിൽ തന്നെയാണ്, പ്രീവിയസ് മന്ത് ഹൈയിൽ തന്നെയാണ് അവിടെ പോയി ഹോൾട്ടായിട്ടുള്ളത്. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ക്ലിയർലി ബുള്ളിഷായി വന്നതാണ്. പക്ഷേ ഇന്നൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്, ഗ്രീൻ തന്നെയാണ്. ഇവിടെ മറ്റൊന്നും ഓവറൊന്നും ചിന്തിക്കാനില്ല, ഇത് മുകളിലോട്ട് തന്നെ കയറി പോവും. മറ്റൊന്ന് അതിനകത്ത് ഇതേപോലെ ഇങ്ങനെ കയറി അങ്ങ് പോവും. അപ്പോൾ ഈ മറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന കൺസോൾട്ടേഷൻ്റെ സമയത്തൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഓക്കെയാണ്, ആക്സെപ്റ്റബിൾ ആണ്. അല്ലാതെ അത് ഒരു റിവേഴ്സലൊന്നും പെട്ടെന്നൊന്നും അതിനകത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഇത് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ലോവർ ഹൈ വന്നു, ഇവിടെ വന്നിട്ട് ഹൈ ടച്ച് ചെയ്തു, ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഹൈ ടച്ച് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നെക്സ്റ്റ് വരേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നിന്ന് വരേണ്ടത്. കാരണം ഈ ഒരു ഹൈ കട്ട് ചെയ്തിട്ട് നേരെ ഒരു ബ്രേക്ക് ഔട്ടാണ് മുകളിലോട്ട് വരേണ്ടത്. അല്ലെങ്കിൽ ഇത് ഡബിൾ ടോപ്പായി കൺസിഡർ ചെയ്ത് താഴോട്ട് വരണം. താഴോട്ട് വരാനുള്ള സാധ്യത കുറവാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അങ്ങനെ ഒരു സിഗ്നലൊന്നും എവിടെയും കിട്ടുന്നില്ല. ബാങ്ക് എക്സിലും അതേ രീതിയിലാണ്. ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് അത് ഹൈ കട്ട് ചെയ്ത് അതേ അവസ്ഥയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ അതേ സിഗ്നൽ തന്നെയാണ് ഇവിടെയും തരുന്നത്. സോ ഈ ഹൈ കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലോട്ട് കയറി പോകണം. സോ അത്രയാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ടായിട്ട് പറന്നങ്ങ് പോകണം. അതാണ് ഇതിനകത്ത് ഇനി സംഭവിക്കാനുള്ളത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണ്. ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് 842 പേരാണ് കണ്ടിട്ടുള്ളത്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9390 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 48 കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. ഈ 90 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിഷോർ കുമാർ, എക്സലൻറ്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക്, താങ്ക് യു വെരി മച്ച്. സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. ദെൻ ബൈജു ജോസഫ്, താങ്ക് യു വെരി മച്ച്. Sabit Rafiq, excellent, thank you very much. And Richu Anthony, very good, thanks, thank you very much. Shine Abu Talib, thank you very much. Vijay Umar Thetikatil, thank you very much. Shajan P, super, thank you very much. Firoz Bhai പറഞ്ഞ റഷീദ് ക പ്രീ മാർക്കറ്റ് സെഷൻ വീഡിയോ ലെങ്ത് ഒന്ന് കുറക്കണം, ഒരു അഭിപ്രായം മാത്രമാണ്. Try to precise, limited to finish within 10 minutes. Okay, I'll try to do that. And US leveling Firoz, okay, thank you very much Firoz bhai. Tramp Traveler Malayalam, thank you very much. Eagle Nail, nice. ഫെബ്രുവരി വാങ്ങിയ കുറച്ച് സ്റ്റോക്ക് ലോക്കായി കിടപ്പുണ്ട്, ഏപ്രിൽ എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇനി ഒരു ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റിന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം വരും ദിവസങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത്. ആദർശ് റാങ്ക്ലർ, താങ്കളുടെ ട്രേഡിംഗ് ജേണിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? എന്നെ പോലുള്ള തുടക്കക്കാർക്ക് മോട്ടിവേഷൻ ആയിരിക്കും. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അത് സ്റ്റോർ ചെയ്യാൻ മാത്രമൊന്നുള്ള ഒരു സംഭവം ആയിട്ടില്ല. ഒരു 15 വർഷമൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ 20 വർഷമൊക്കെ കഴിയട്ടെ, അപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ചലഞ്ച് ട്രേഡർ, നാളെ ലോങ് പൊസിഷൻ ട്രേഡ് എടുക്കാൻ നിൽക്കുന്നവർ ഒന്ന് ഡബിൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം ആവും എടുക്കുന്നത് ബെറ്റർ. മോർണിംഗ് ഹൈക്ക് ഉണ്ടായാലും ഒന്ന് ഡബിൾ കൺഫേം ചെയ്യുക. ഇന്ന് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല ബ്രദർ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ധനം 550. മാർക്കറ്റ് ന്യൂസിൽ ഇന്നത്തെ മാർക്കറ്റ് സാധ്യതകൾ പറയണം. ഇന്ന് സെക്ടറിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീഴ്ച പ്രീ മാർക്കറ്റ് സെഷനിലായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് പറയാം. Babu George, in the Zerodha, how to make stop loss in trading time, please explain. The live marketil explain ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷനിൽ വന്ന് കിടപ്പുണ്ടാവും. ആ പൊസിഷനിൽ പോയിട്ട് ഒരു 3 ഡോട്ട് കാണാം. കമ്പ്യൂട്ടറിലാണെങ്കിൽ മൊബൈലിലാണെങ്കിൽ ജസ്റ്റ് ആ പൊസിഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും. സെൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ റെഡ് കളറിൽ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന ഫോമിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള SL എന്നുള്ള 3ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ട്രിഗർ പ്രൈസും ക്വാണ്ടിറ്റിയും സെറ്റ് ചെയ്തിട്ട് സെല്ല് എന്നുള്ളത് തന്നെ വീണ്ടും പ്രസ് ചെയ്യുക. അതോടുകൂടി സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവും. ഓക്കെ, അത് ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. എക്സ്പ്ലെയിൻ ചെയ്ത്
കാണിച്ചുതരാം. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഒരു പ്രീമിയം ഗ്രൂപ്പിലാണ് അതുള്ളത്. നിങ്ങൾ ഫ്രീ ട്രയലിലോ മറ്റോ അത് കയറിയിട്ടൊന്ന് കാണുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. സെറോദയിലുള്ള എല്ലാ ടെക്നിക്സും ഞാൻ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നൗഫ് സാറിൻ്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. കുറച്ച് കാലമായി ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു സാർ വീഡിയോ ഇടാറില്ല എന്ന്. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ. ഞാൻ പിന്നെ ഈ ചാനലിനെ പറ്റി ഓർമ്മ വന്നപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ സാർ ഇവിടെ എന്നും വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. യൂട്യൂബിൽ എന്തോ പ്രശ്നങ്ങൾ. യൂട്യൂബിൽ അങ്ങനെ ഒരു സംഭവം ഒത്തിരി പേര്, കാരണം നമ്മൾ ഈ ചാനൽ ഡെയിലി 3.5K ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ് വ്യൂ കൗണ്ട്. ഇടയിൽ എൻ്റെ വീട് പാലാച്ചലും കയറിക്കൂടലൊക്കെ ആയിട്ടൊരു 8 ദിവസം ബ്രേക്കായി. അതോടുകൂടി വീഡിയോയുടെ വീക്ക് കൗണ്ട് 500-600ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ആർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്താലും ആ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള സംഭവം ഓൺ ചെയ്തിടണം തോന്നുന്നു, എന്നാൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എനിക്ക് സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഇതെന്താ പറയുക, യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം ചാനലിലെ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ഡൗൺ ആക്കി കളയും. എന്തായാലും തിരിച്ച് കയറി വരും, കുഴപ്പമില്ല, ഡെയിലി ഇനി ചെയ്യാം. മഹിസ്റ്റാർ ബ്ലോഗ്സ്, സർ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാറുണ്ടോ? ബെസ്റ്റ് ബ്രോക്കർ പ്ലാറ്റ്ഫോമും ഒന്ന് പറയാമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഉക്രൈൻ വാറിൽ കുറേ കാശ് പോയതാണ്, അതിനുശേഷം ഇന്നുവരെയും ചെയ്തിട്ടില്ല. അത് ആ ഒരു ബ്രോക്കറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് റഷ്യൻ കമ്പനിയാണത്. ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ ചെയ്യുമ്പോൾ നമ്മൾ ഫണ്ട് ശരിക്കും ഒരു പ്രോപ്പർ മെത്തേഡിലല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഒരു പക്ഷേ ഇല്ലീഗൽ ആക്ടിവിറ്റി ആയി മാറാനൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് പ്രോപ്പർ അല്ല എന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫർദർ അതിലേക്ക് പോകാതിരുന്നത്. സോ എങ്ങനെയാണ് ഫണ്ട്, കാരണം നമ്മൾ ഇവിടെ ഇന്ത്യയിലുള്ള ഏതോ ഒരു കമ്പനിക്കാണ് അയച്ചു കൊടുക്കുന്നത്. അത് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് ഇവരുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഇതിനകത്ത് അത് ക്രെഡിറ്റായി വരുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ വിഡ്രോവിൽ നമുക്ക് എവിടുന്നോ ആണ് പൈസ വരുന്നത്. ഒരിക്കലും ഇപ്പം നമ്മൾ സെറോദയിലേക്ക് കാശ് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിൽ കാണിക്കുന്നത് സെറോദയിലേക്കാണ്. തിരിച്ച് കാശ് വന്നാൽ സെറോദയിൽ നിന്ന് വന്നു എന്നാണ് കാണിക്കുക. പക്ഷേ ഇവിടെ കാണിക്കുക ഏതോ ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് നമ്മൾ കാശ് അയക്കും. അതേപോലെ മറ്റെവിടുന്നൊക്കെ ആയിട്ട് കാശ് ഇങ്ങോട്ടും വരും. ഇതൊക്കെ ആരാണ് ഈ അയക്കുന്നത്? ഇതൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മണി ലോണ്ടറിങ് പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ അന്ധമായി വിമർശിക്കുകയല്ല, പക്ഷെ അങ്ങനെ ഒരു സാധ്യത അതിൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞാണ്. ജിതിൻ ജെയിൻ, താങ്ക് യു വെരി മച്ച്. ഗ്രാൻഡ് കൊച്ചിൻ, താങ്ക് യു വെരി മച്ച്. ഇന്ന് രാവിലത്തെ വീഡിയോ പ്രീ മാർക്കറ്റ് സെഷനിൽ ഇന്ന് 467 പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. ദെൻ 24 പേര് കമൻറ്റ് ചെയ്തത്. കിഷോർ കുമാർ, എക്സലൻറ്റ് പെർഫോമൻസ്, താങ്ക് യു വെരി മച്ച്. സരിക സത്യൻ, താങ്ക് യു വെരി മച്ച്. ഫിറോസ് ഭായ്, വിത്ത് worth watching video guys, please comment who are watching. Okay, thank you very much Firoz bhai. Ajesh Kumar, thank you very much. Mansoor Ali, thank you very much. Tram Traveler Malayalam, thank you very much. Miyash Madapan, okay, good morning, thank you very much. Ibrahim ബയാൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ തുടക്കത്തിൽ പറഞ്ഞ ഹാമർ കയ്യിൽ വെച്ച് നടക്കുന്നതും ഇന്നത്തെ വെയിറ്റ് ലോസ് പറഞ്ഞുള്ള ഉപദേശവും നന്നായി, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നതാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റീൽസ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞിടുന്നതാണ് പിന്നെ ഇവിടെ പറയുന്നത്. ഓക്കെ, ബ്ലഡ് ബാത്ത് സീംസ് ടുഡേ, ഇതാരാ പറഞ്ഞത്? ടിജോ പോൾ. ബ്ലഡ് ബാത്ത് ഇന്നുണ്ടായില്ല, നോക്കാം വരും ദിവസങ്ങൾ. സെബാസ്റ്റ്യൻ അറക്കൽ, താങ്ക് യു വെരി മച്ച്. റിച്ചു ആൻ്റണി, താങ്ക് യു വെരി മച്ച്. ജിതിൻ ചെയിൻ, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ നാളെ പരമാവധി ഒരു വീക്കിലി അനാലിസിസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി ഇതിൻ്റെ പുറകിൽ ആക്റ്റീവായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കാവാറുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ ഇത് ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 2 ദിവസം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതിന് രസം ഉണ്ടാവില്ല. സോ നോക്കാം, പരമാവധി നാളെ ഒരു വീക്കിലി റൗണ്ട് അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാനായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. തിങ്കളാഴ്ച പൂർവാധിക ശക്തിയോടെ നമുക്ക് എന്തായാലും കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ ആൻഡ് ബൈ.